ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ടീമിന് കഴിഞ്ഞ വർഷം പാണ്ഡ്യയായിരുന്നു ക്യാപ്റ്റൻ. അതുകൊണ്ട് മുംബൈ നാണം കെട്ടു. അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഇപ്പോഴിതാ T20 ക്യാപ്റ്റൻസിയിൽ നിന്ന് പാണ്ഡ്യയെ BCCI ഒഴിവാക്കി. പകരം ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായിട്ട് സൂര്യകുമാറിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ ആകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് ഒഴിവാക്കുകയാണ്. അടുത്ത വർഷം മെഗാ ലേലമാണ്. അതുകൊണ്ട് സൂര്യകുമാറിനെ ക്യാപ്റ്റനായിട്ട് ടീമിൽ നിലനിർത്തുമെന്ന അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് CSK ടീമിനെ സംബന്ധിക്കുന്നതാണ്. അടുത്ത വർഷം ധോണി കളിക്കുമോ എന്നത് വ്യക്തമല്ല. ഇപ്പോഴിതാ CSK ടീമിലേക്ക് മറ്റൊരു താരം എത്താൻ പോവുകയാണ്. മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ പാണ്ഡ്യയാണ് CSK ടീമിലേക്ക് വരുന്നത്. പാണ്ഡ്യ മുംബൈ ടീം വിട്ട് പോകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മുംബൈ ടീം മാറ്റുകയാണ്. അതുകൊണ്ട് പാണ്ഡ്യ അടുത്തൊരു ടീമിലേക്ക് ചേക്കേറുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി ആവശ്യമാണ്. അതുകൊണ്ട് CSK ടീമിലേക്ക് പാണ്ഡ്യ വരും. പാണ്ഡ്യ CSK ടീമിന്റെ ക്യാപ്റ്റനാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ധോണിക്ക് ശേഷം ശക്തനായ ഒരു ക്യാപ്റ്റനെയാണ് CSK ടീം ലക്ഷ്യം വെക്കുന്നത്. അടുത്ത വർഷം മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ ആകുമ്പോൾ പാണ്ഡ്യ സ്വമേധയാൽ ഒഴിവാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ 4 വർഷമായി രാജസ്ഥാൻ ടീമിനെ നയിക്കുന്നത് സഞ്ജു ആണ്. രാജസ്ഥാനെ ഫൈനൽ വരെ എത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ രാജസ്ഥാൻ ടീമിന്റെ മാനേജ്മെന്റ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് രാജസ്ഥാൻ ടീമിൽ അടിമുടി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. സഞ്ജുവിനാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. സഞ്ജുവിന്റെ ക്യാപ്റ്റൻ സ്ഥാനം പോയിരിക്കുകയാണ്. അടുത്ത വർഷം പുതിയൊരു ക്യാപ്റ്റനായിരിക്കും രാജസ്ഥാൻ ടീമിനെ നയിക്കുന്നത്. സഞ്ജുവിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിന് ഇനി IPL ബാറ്റ്സ്മാന്റെ റോൾ മാത്രമേ ഉള്ളൂ. ക്യാപ്റ്റൻസി പ്രഷർ ഇല്ലാതെ കളിക്കാം. സഞ്ജു മാറുമ്പോൾ ബട്ട്ലറായിരിക്കും രാജസ്ഥാന്റെ പുതിയ ക്യാപ്റ്റൻ. എന്തായാലും ഈ പ്രാവശ്യം മെഗാ ലേലമാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.